ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 31-ാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം പോഷിക്കും ലോകമേ, കൊതിക്കുന്നേ നിൻ മുഖം ഞാൻ, കാന്താവേഗം നീ വന്നിടണേ യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം പാടിടും. ദേഹം ക്ഷയിച്ചാലും യേശുവേ നിൻ. കർത്താവേ, എന്തിന് വീണ്ടും വരുന്നു? ചില കാരണങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. കർത്താവിൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം, ഏറ്റവും വലിയ സ്വത്ത് എന്താന്ന് ചോദിച്ചാൽ, തൻ്റെ രക്തം ചീന്തി സമ്പാദിച്ച തൻ്റെ നിക്ഷേപങ്ങളാകുന്ന സഭയ മണവാട്ടിയെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ദൈവത്തിന് ഏറ്റവും വിലയുള്ളത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നവരെയാണ് നമ്മുടെ കർത്താവ് കൊണ്ടുപോകുവാൻ താന് മധ്യാകാശി വരുന്നത്. മലാഖി പ്രവചനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവൻ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ആരാണ് ആദരിക്കാൻ പോകുന്നത്? ഈ അഖിലാണ്ടം മുഴുവൻ ഉണ്ടാക്കിയ സർവശക്തന ദൈവമാണ് നമ്മളെ ആദരിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ആരെല്ലാം ആദരിച്ചെന്ന് പറഞ്ഞാലും അതിന് അന്നേരം മാത്രമൊരു വിലയുള്ളൂ, നിലനിൽക്കുന്ന വിലയില്ല. നമ്മുടെ കർത്താവ് നമ്മളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റിയില്ല. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കാഹളം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് സകല വിശുദ്ധന്മാരെയും ചേർക്കുവാൻ അവൻ മധ്യാകാശത്തിൽ വരും. നമ്മുടെ കർത്താവ് വരുന്നത് യോഹന്നാൻ 14-ാം അധ്യായം അതിന് 13-ാമത്തെ വാക്യം, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. തൻ്റെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് ഏകദേശം 2000 വർഷമായി മനോഹരമായ സൗധങ്ങൾ പണിത് തീർന്നിട്ടില്ല. അത് തീരാൻ സമയം അടുത്തിരിക്കുന്നു. നമ്മൾ അധിവസിക്കുന്ന ഭൂമിയും ഭൂമണ്ഡലങ്ങളും സകലവും മനുഷ്യൻ ഉൾപ്പെടെ 6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഈ മനോഹരമായ ഭൂമി നോക്കിക്കേ, 2000 വർഷമായിട്ടും പണി തീർന്നിട്ടില്ല. തീർന്നാൽ നമ്മുടെ കർത്താവ് വന്ന് തന്നോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നമ്മളെ ചേർക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു. വിശുദ്ധന്മാർക്ക് വിൺശരീരം ലഭിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ അന്ത്യകാഹളത്തിങ്കൽ, എന്താണ് അന്ത്യകാഹളം? ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു കാഹളമാണ് അന്ത്യകാഹളത്തിങ്കൽ. കണ്ണിമയ്ക്കുന്നതിനിടയിൽ എല്ലാവരും
രൂപാന്തരപ്പെടും. യോഹന്നാൻ 5:25. ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാൾ വന്നുമിരിക്കുന്നു. 28-ാമത്തെ വാക്യം ഒരു പ്രത്യേക രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ള എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിയുള്ളായ പുനരുദ്ധാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. അവിടെ വായിക്കുമ്പോൾ കല്ലറകളിലുള്ള എല്ലാവരും, പാവിയും ശബ്ദം കേൾക്കും, നീതിമാൻ ശബ്ദം കേൾക്കും. എന്നാൽ അവസാനം പറയുന്ന ഇപ്രകാരമാണ്, നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായും ഒരു ദിവസമല്ല അവർ പുനരുദ്ധാനം ചെയ്യുന്നത്, അത് 2 ഘട്ടമായിരിക്കും. 7 വിധ രൂപാന്തരം ഉണ്ടാകും വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്, എന്നാൽ മഹത്വ ശരീരം പ്രാപിക്കും. ദ്രവത്വമുള്ളതാണ്, അദ്രവത്വം പ്രാപിക്കും. അപമാന ശരീരമാണ്, തേജസ് ഉണ്ടാകും. പ്രാകൃത ശരീരമാണ്, ആത്മീക ശരീരം ഉണ്ടാകും. ക്ഷയമുള്ളതാണ്, അക്ഷയം ഒരിക്കലും ക്ഷയിക്കാത്തവരും. മൺശരീരമാണ്, വെൺശരീരമായി രൂപാന്തരപ്പെടും. മർത്യ ശരീരം അത് മനുഷ്യ ശരീരമാണ്, അമർത്യ ശരീരമായി രൂപാന്തരപ്പെടും. 7 വിധ മഹത്വ ശരീരം നമ്മുടെ കർത്താവിൻ്റെ കാഹളത്തിങ്കൽ നമുക്ക് ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരുമനാഥൻ്റെ വരവേറ്റു അടുത്തിരിക്കുന്നു. തയ്യാറാകുക, ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഭാരതം കർത്താവിന് വേണ്ടി ഉണരട്ടെ. നിങ്ങളും പ്രാർത്ഥനയിൽ ഒരംഗമാകുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.